വന്നിരിക്കുന്നേ ഈ വഴിയൊക്കെ മറന്നോ? അത്ഭുതമായിരിക്കുന്നല്ലോ. അത്ഭുതപ്പെടാൻ ഞാൻ ആരാണ്? അലാവുദ്ദീൻ അത്ഭുതം ഭൂതോ? അതല്ല, എനിക്കൊരു മൊബൈൽ വേണം. എത്ര റേറ്റ്? വൃത്തിയോടെ എന്നോട് പറയണം. അതല്ല, എത്ര രൂപയ്ക്കുള്ള മൊബൈൽ വേണമെന്നാ ചോദിച്ചേ. എനിക്ക് 24 മണിക്കൂർ സംസാരിക്കണ മൊബൈൽ വേണം. എന്നാലാ ഫ്രീ ആയിട്ട് സംസാരിക്കണം. അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കണം, നേരിട്ട് പോയി സംസാരിച്ചാ പോരെ? 24 മണിക്കൂറെന്നല്ല, ഒരു വർഷം വേണമെങ്കിലും സംസാരിക്കാം. എടാ, എനിക്ക് കൂടിയ മൊബൈലൊന്നും വേണ്ടെന്ന്. പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്തിരി കൂടിയതാണ് നാട്ടുകാർ മുഴുവൻ പറയണത്. ഇനി ആ മൊബൈലും കൂടി മേടിച്ചിട്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് വേണ്ട. എന്നാ ഇതാ നോക്കിയാ 3000. ഓ, നോക്കിയാ 3000 എങ്കിൽ മേടിച്ചാൽ എന്തായിരിക്കും അതിന്റെ വില? കമ്പനിയുടെ പേരാ പറഞ്ഞേ. ഈ ഫോൺ അങ്ങനെ ഉണ്ട് നോക്കേ. ഇതിൽ MP3 പാട്ട് കേൾക്കാം, വീഡിയോ കാണാം, ഓഡിയോ, ക്യാമറ, അങ്ങനെ എല്ലാം ഇതിനകത്തുണ്ട്. ഫ്രിഡ്ജ് എന്തിനാ? ഈയിടെ ഈ മൊബൈൽ ഫോണില് ഫ്രിഡ്ജ് അല്ലെങ്കിൽ AC ആണ് ആവശ്യം. ഇത് കൊറേ നേരം വിളിച്ചു കഴിയുമ്പോ ചെവി ചൂടാവുമല്ല. അപ്പൊ ഫ്രിഡ്ജ് അല്ലെങ്കിൽ AC ഉണ്ടെങ്കിൽ സന്തോഷം. ബുദ്ധി തന്നെ അതെല്ലാവരും പറയുന്നുണ്ട്. എന്ത് പാരബുദ്ധിയാണെന്ന്. ഈ തള്ളയെ കൊണ്ട് തോറ്റി. ഈ ഫോൺ എടുത്ത ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ടച്ച് ഫോണാ. അയ്യോ, വേണ്ടേ. അതെന്താ? അതായത് എന്റെ മൂത്ത മോൻ സ്മോൾ അടിച്ച് വരുമ്പോ ടച്ചിങ് ആയിട്ട് ഉപയോഗിക്കും. വേണ്ട, അതല്ല, ഇതിങ്ങനെ കൈ കൊണ്ട് ഉപയോഗിക്കുന്നതാ. പിന്നെ ആൾക്കാർ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ മൂക്കൊണ്ടാണ് ഉപയോഗിക്കണത്. അതല്ല, നമ്മൾ ഈ ഫോൺ ഇങ്ങനെ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ. അത് ശരി. അപ്പൊ കോഴി ചിക്കണ പോലെ ഇങ്ങനെ ചിക്കണ ഫോണാണല്ലോ ഇത്. എടാ, എനിക്ക് വെള്ളത്തിൽ വീണാലും നനയാത്ത മൊബൈൽ വേണം. വെള്ളത്തിൽ വീണ നനയാത്ത ഫോണാ എനിക്ക് മോന് കൊടുക്കാൻ. മോനെന്താ പണി? അവന് കക്കവാറിലാണ്. മൊബൈല് മടിയിൽ വെച്ചിട്ടാണ് കക്കവാരാൻ ഇറങ്ങണത്. അവന്റെ മൊബൈല് വെള്ളം നനയാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോനെ അങ്ങോട്ട് വിടും. അവനെ മൊത്തത്തിൽ ലാമിനേറ്റ് ചെയ്തും കൂടാം. അപ്പോഴും വെള്ളം കയറത്തില്ലല്ല. അപ്പൊ ഇളയ മകൻ എന്ത് ചെയ്യുന്നു? അവൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? ഓ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ നല്ല കാശായിരിക്കുമല്ലോ. പിന്നെ കടൽ മാക്കർ വലിച്ചു കയറിയ പല തുന്നിയാൽ എന്ത് കിട്ടാനാണ്? അല്ല, ചേച്ചിയുടെ മോളെന്ത് ചെയ്യുന്നു? അവള് യൂട്യൂബിലാണ് വർക്ക് ചെയ്യുന്ന. നാട്ടുകാർ മുഴുവനും ഓട്ടോറിക്ഷക്കാരും പറയണം. എനിക്കിതൊരു 10 പൈസ കിട്ടിയിട്ടുമില്ല, ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടുമില്ല. ചേച്ചിയുടെ മോളെ നമ്പർ തരുമോ? എഴുതിയെടുത്തോ. പറഞ്ഞു. 9847193789. ഇത് മോളുടെ നമ്പർ തന്നെയല്ലേ? അല്ല, വനിതാ സെല്ലിലെ നമ്പർ. ഇതെന്തിനാ? നീ മോളെ വിളിച്ച അപ്പൊ തന്നെ നീ സെല്ലിലാവും. നിന്റെ ഒക്കെ മനസ്സിലിപ്പോ എനിക്കറിയാൻ പാടില്ലടാ. അയ്യോ, എനിക്ക് നമ്പർ ഒന്നും വേണ്ട. ഈ മൊബൈൽ വെച്ചോ. എത്ര രണ്ട് കൈ? എന്റെ അടുത്ത് 2100 ഉണ്ടാവും. അത് മതി. ഇത് വെച്ചോളൂ. ഈ കവറില്ലേ? കവർ എല്ലാം ഉണ്ട്. അയ്യോ, ഇത് വിളിച്ചാ കിട്ടുമല്ലോ അല്ലേ? ഞാൻ എത്ര കാലമായിട്ട് കട നടത്തുന്നു. ഇതുവരെ വിളിച്ച കിട്ടുന്ന മൊബൈൽ ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല. അഥവാ വിളിച്ചാ കിട്ടിയില്ലെങ്കില് നിങ്ങൾ വന്നെ തല്ലിക്കൊന്നോ? അല്ല, ഉറപ്പാണല്ലോ. പിന്നെ ഉറപ്പാണ്. ഈ തള്ളയുടെ ഒരു കാര്യം തല്ലിക്കൊല്ലടെ മൂങ്ങിയവരാ. നിങ്ങൾ എന്തിനാണ് തല്ലുന്നേ? എടേ, ഈ മൊബൈൽ വിളിച്ചാ കിട്ടില്ല, നീ തല്ലിക്കൊല്ലാനല്ലേ പറഞ്ഞാക്കണത്. നീ നോക്കടാ. ഇതില് സിമ്മിട്ടില്ല. ക്യാമറ ഫോണിൻ വരവോടിന്ന് കേരളമാകെ പീഡനമാ.